ഗായ്സ്, അപ്പോൾ നമ്മളെ വഴി വൃത്തിയാക്കൽ പകുതി വരെ നിൽക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം വരെ വൃത്തിയാക്കിയുള്ളൂ. ഇതാണ്ടേ അവിടെ നിന്ന് വൃത്തിയാക്കി ഇവിടം വരെ എത്തിയുള്ളൂ. ഇതിപ്പോൾ 2-3 കരിയിൽ വീണ് നടക്കണേ കേട്ടോ. അപ്പോൾ ഇവിടം വരെ എത്തിയുള്ളൂ. ഇനി ബാക്കി ഇവിടെ നിന്ന് ഇതുകൊണ്ട് ആ പുളിയുണ്ടോ? ആ പുളിയുണ്ട്. ആ പുളി എവിടെ? ഇതുണ്ട്. ആ പുളിയുണ്ടോ? ആ പുളിയുടെ അവിടം വരെ ബാക്കി വൃത്തിയാക്കണം. പിന്നെ ഇതൊക്കെ വേറെ പെരയിടങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പെരയിടത്തിൽ കയറി വൃത്തിയാക്കാൻ പറ്റില്ല. നമ്മളെ പെരടല്ല, നമ്മളെ വഴി നമുക്ക് വൃത്തിയാക്കണം. അത്രയും ഞാൻ നോക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങ് താഴോട്ട് വൃത്തിയാക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇന്നും ടൈം ലാപ്സ് ആയിരിക്കും വീഡിയോ. പിന്നെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. കാരണം വഴി കിടക്കണ കാണാമല്ലോ. അതുകൊണ്ട് എനിക്ക് ട്രൈപോഡ് ഇവിടെ എങ്ങും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. മറ്റേ സ്റ്റാൻഡ് ഇവിടെ ഒന്നും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോ എടുക്കാം. ടൈം ലാപ്സ് ആയിരിക്കും, സ്റ്റോറേജ് ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. നമുക്ക് വൃത്തിയാക്കാൻ തുടങ്ങാം. അങ്ങനെ കരിയിലേക്ക് തൂത്ത് താഴോട്ട് വന്നപ്പോഴത്തേക്ക് അവ ഇറങ്ങി വന്ന്. പിന്നെ ബാക്കി അവ എടുത്തു തന്നു. അത് അവിടെ ഒരു ആത്തി നിൽപ്പുണ്ട്. ആത്തിയുടെ മണ്ടയിൽ നിന്നാണ് ബാക്കി വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. അങ്ങനെ ഞാൻ ഇന്നലത്തെ പോലെ തന്നെ പുല്ല് പറിച്ച് തൂത്ത് അതിൻ്റെ കൂടെ തന്നെ തൂത്ത് അങ്ങ് പോവുകയാണ്. എനിക്ക് അതാണ് ഒരു ഇത്. അതാകുമ്പോൾ രണ്ടും കൂടെ ഒരു സമയത്ത് അങ്ങ് നടക്കുമല്ലോ. അങ്ങനെ അതിനുശേഷം പിന്നെ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ഫോൺ അവിടെ വെച്ചിട്ട് സ്റ്റാൻഡിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ട് അവ ഇറങ്ങിപ്പോയി. ബാക്കി ഞാൻ തൂത്ത് വൃത്തിയാക്കി തീർത്ത്. അങ്ങനെ ഗൈസ്, ഞാനിവിടെ വൃത്തിയാക്കി കഴിഞ്ഞു. കണ്ടോ? ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. എൻ്റെ അടുത്താണ്ട് ഈ പുളി വരെ വൃത്തിയാക്കാൻ പറഞ്ഞോളൂ. അതുവരെ ഞാൻ വൃത്തിയാക്കി. ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ വൃത്തിയാക്കിയത് കാണിച്ചു തരാം. ഗൈസ്, ഈ പുളിയില്ലേ, ഈ പുളിയിൽ ഇവിടെ നിന്നാണ് ഞാൻ തുറപ്പോടെ ഇട്ടിരിക്കുന്നത്. പുളിയിൽ എവിടെ നിന്നാണ് വൃത്തിയാക്കാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് കയറിപ്പോവാം. എൻ്റെ ഫോണ് ഷെയ്ക്കാവും. എല്ലാവരും ക്ഷമിക്കുക. കണ്ട വൃത്തിയാക്കി. ഇത് വേറെ പെരയിലാണ്. ഈ പെരയുടെ എനിക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. നമുക്ക് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ വഴി മാത്രമേ നമുക്ക് വൃത്തിയാക്കാൻ പറ്റൂ. അപ്പോൾ കണ്ടല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കി അങ്ങ് വീട് വരാം. അവിടെ നിൽക്കണ തെച്ച് ചെയ്യണം. അതുകൊണ്ടാണ് അത് അവിടെ വൃത്തിയാക്കണം. അല്ലാതെ അത് വേറെ ഒന്നുമല്ല. ഇന്നലെ വൃത്തിയാക്കി വെച്ചതിൻ്റെ അവിടെ നിന്ന് അങ്ങ് താഴോട്ട്. ഇന്നലെ എന്ന് പറയുമ്പോൾ മിനിങ്ങാന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇന്നലെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇത് 21-ാം തീയതിയാണ് എടുക്കണം. അപ്പോൾ ഇന്നാണ് ബാക്കി ഞാൻ കൊതുകേരി എടുത്തില്ല. ബാക്കി ഞാൻ വൃത്തിയാക്കിയത്. അപ്പോൾ ഒന്നിരിക്കാതെ വൃത്തിയാക്കിയപ്പോഴത്തേക്ക് തളർന്നുപോയി. പിന്നെ ഓണം വരുമ്പോൾ എല്ലാ സ്ഥലത്തും വീടും പരിസരവും വഴിയൊക്കെ വൃത്തിയാക്കൂലേ. എല്ലാവരും വൃത്തിയാക്കണം തന്നെ. അങ്ങനെ വൃത്തിയാക്കി എന്നേ ഉള്ളൂ. അല്ലാതെ ഓണത്തിന് മാത്രമേ, ഓണം വരാൻ വേണ്ടി ഇരുന്ന് വഴി വൃത്തിയാക്കാൻ എന്നല്ല. ഫേസ്ബുക്കിൽ കണ്ട കമൻറ്റാണ് ഓണം വരേണ്ടി വന്ന് വൃത്തിയാക്കാനെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇവിടെ വൃത്തിയാക്കും. പിന്നെ മഴ ആയതുകൊണ്ട് വൃത്തിയാക്കാത്തിയത് താമസിച്ച് എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതോടുകൂടി വഴി വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ബൈ.